ദേശീയപാത നിർമ്മാണത്തിൽ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് കരാർ കമ്പനി മേഘ കൺസ്ട്രക്ഷൻസ്. നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കണമെന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിന് ഇതുവരെ മറുപടി നൽകിയില്ല. മേഘ കൺസ്ട്രക്ഷൻസിനെതിരെ മുഖ്യമന്ത്രിക്ക് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകും. അരുൺ പാറക്കൽ കാസർഗോഡ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, അടുത്ത റീച്ചുകളുടെ നിർമ്മാതാക്കൾ അവരാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെയാണ് ക്രമീകരണങ്ങൾ എന്നുകൂടി റിപ്പോർട്ട് ഇന്ന് 10 മണിക്ക് മുമ്പ് നൽകേണ്ടതായിരുന്നു. പൂർണ്ണമായി ആ നിർദ്ദേശത്തിന് പുല്ലുവില കൊടുത്തു ഈ കമ്പനി എന്നാണോ മനസ്സിലാക്കേണ്ടത് അരുൺ? ഹാഷ്മി, കാസർഗോഡ് ജില്ലയിലെ പ്രശ്നബാധിത മേഖലയായ മട്ടലായിക്കുന്ന്, വീരമലക്കുന്ന്, ബേവിഞ്ച, തെക്കിൽ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ, അതായത് വലിയ ഭീതിയുള്ള മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ നിർമ്മാണ കമ്പനി ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവിടെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സർവീസ് റോഡുകളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും, സർവീസ് റോഡുകളില്ല, ഡ്രൈനേജ് സംവിധാനമില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഈ കമ്പനി നിർമ്മാണം നടത്തുന്ന ദേശീയപാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയുണ്ട്. അതിന്നലെ ജില്ലയുടെ ചുമതലയുള്ള വനം മന്ത്രി AK ശശീന്ദ്രൻ ഇവിടെ എത്തുകയും മഴക്കെടുതി അവലോകന യോഗം, ജില്ലാതല അവലോകന യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിന് ശേഷമാണ്, ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന ആ യോഗത്തിന് ശേഷമാണ് കമ്പനിയെ ഇക്കാര്യം ജില്ലാ കളക്ടർ അറിയിച്ചത്. അത് മന്ത്രി തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചതാണ്. ഇന്ന് രാവിലെ 10 മണിക്കകം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു മേഘ കമ്പനിക്ക് ജില്ലാ ഭരണകൂടം നൽകിയ അന്ത്യശാസനം. പക്ഷേ 11 മണിക്ക് ശേഷം നമ്മൾ കളക്ടറെ ബന്ധപ്പെട്ടു. അതുവരെയും മേഘ കമ്പനി റിപ്പോർട്ട് നൽകാൻ തയ്യാറായിട്ടില്ല എന്ന കാര്യമാണിപ്പോൾ ജില്ലാ കളക്ടർ പറയുന്നത്. ഈ കമ്പനി റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ, അല്ലെങ്കിൽ റിപ്പോർട്ട് തൃപ്തികരമല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഇക്കാര്യം രേഖാമൂലം അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും. അക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേഘ കമ്പനി നിർമ്മാണം നടത്തുന്ന ദേശീയപാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ ഭീതി നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല, സർവീസ് റോഡുകളൊന്നും തന്നെ നിർമ്മിക്കുന്നില്ല. നേരത്തെ ഈ ജിയോളജി വകുപ്പും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ ആ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി മേഘ കമ്പനിക്ക് നിർദ്ദേശം നൽകിയതാണ്. ഈ സർവീസ് റോഡുകളും അതുപോലെ തന്നെ ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമാക്കാനൊക്കെ നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പുല്ലുവില കൽപ്പിച്ചു മേഘ കമ്പനി എന്ന് ഇന്നലെ തന്നെ മന്ത്രി പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ആ നിർദ്ദേശം, അതായത് ഇന്ന് റിപ്പോർട്ട് നൽകണമെന്ന അന്തിമമായ നിർദ്ദേശം പോലും കമ്പനി പാലിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കളക്ടർ പറയുന്നത്. ഇതുവരെയും കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടില്ല. ഈ സോയിൽ ലൈനിങ് ഒക്കെ പല സ്ഥലത്തും അടർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയതാണ്. ഈ മട്ടലായി കുന്നിലൊക്കെയുള്ള സോയിൽ ലൈനിങ്, അത് കമ്പിയിട്ടൊക്കെ ഉറപ്പിക്കണം. പക്ഷേ അവിടെ കമ്പിയൊന്നുമില്ല. നമ്മൾ കൈകൊണ്ട് പൊട്ടിച്ചാൽ പോലും പൊട്ടുന്ന രീതിയിലാണ് ആ സോയിൽ ലൈനിങ് ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുന്നു. വളരെ തമാശ പോലെ ചെയ്തു വെച്ചിരിക്കുന്ന അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഇതിനോടൊക്കെ മറുപടി വേണം, റിപ്പോർട്ട് വേണം എന്ന് അതിന് കാരണക്കാരായ കമ്പനിയോട് ആവശ്യപ്പെടുന്നു ജില്ലാ ഭരണകൂടം. അത് കേൾക്കേണ്ട ഒരാവശ്യമല്ല, ഞങ്ങൾ അങ്ങ് കേന്ദ്രത്തിൽ മറുപടി പറഞ്ഞോളാം എന്നാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മനോഭാവമെങ്കിൽ ആ മനോഭാവം തിരുത്തേണ്ടത് ജില്ലാ ഭരണകൂടമാണ്.